മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ 10K സബ്സ്ക്രൈബർ ക്രോസ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള 2 അപ്ഡേറ്റുകളാണ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എംബ്യൂമോ സാഗ ഫൈനലി അവസാനിച്ചിട്ടുണ്ട്. ബ്രെൻഫോർഡും യുണൈറ്റഡും തമ്മിൽ ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്തു. 70 മില്യന്റെ ഡീലാണ് 2 ടീമുകളും എഗ്രി ചെയ്തിട്ടുള്ളത്. 65 മില്യന്റെ ഫിക്സഡ് പാക്കേജും 5 മില്യന്റെ ആഡ് ഓൺസും ഈ ഒരു ഡീലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺട്രാക്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2030 വരെ കോൺട്രാക്ട് അവൈലബിൾ ആണ്. 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 38 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകളും 7 അസിസ്റ്റും നേടി ഒരു മികച്ച പെർഫോമൻസ് പ്രീമിയർ ലീഗിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ടോപ്പ് ഗോൾ സ്കോറിന്റെ പട്ടികയിൽ ഇംബ്യൂമോ ചിലപ്പോൾ അടുത്ത വർഷവും കാണാനിടയുണ്ട്. അമോറത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം ഇനി പ്രീ സീസൺ തുടങ്ങിയ സ്ഥിതിക്ക് പുള്ളി ഇൻ്റഗ്രേഷനും ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാർക്കസ് റാഷ്ഫോർഡ് സ്പെയിനിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു പോസിറ്റീവായിട്ടുള്ള ബിഡ് ബാഴ്സലോണയിൽ നിന്ന് വന്നിട്ടുണ്ട്. 1 വർഷത്തെ ലോണും ഓപ്ഷൻ ടു ബൈ കോൺട്രാക്റ്റ് ആണ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. യുണൈറ്റഡ് ഗ്രീൻ ലൈറ്റ് കാണിച്ചു. പുള്ളി ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ആസ്റ്റൺ വില്ലയിൽ ജോയിൻ ചെയ്തതിന് ശേഷം 10 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 3 അസിസ്റ്റും മാത്രമേ റാഷ്വുഡിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. പുള്ളിയുടെ കരിയർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 27-ാമത്തെ വയസ്സിൽ കളിക്കുമ്പോൾ തൻ്റെ പ്രൈം ഫോമിലേക്ക് എത്തേണ്ടത് റാഷ്വുഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്. ഹോം ഗ്രോൺ അക്കാഡമി പ്ലെയർ ആയിട്ടുള്ള റാഷ്വുഡ് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ ബാഴ്സയിൽ ഫ്ലിക്ക് വേദിയൊരുക്കി കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിക്ക് എന്തായാലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 100% കൊടുത്ത് ആ പഴയ ഫോമിലേക്ക് വരട്ടെ. എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വേജ് ബില്ല് ബുക്കിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു പ്ലെയറെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ലിവർപൂള് ഇസാക്കുമായിട്ടുള്ള ഡീല് ഏതാണ്ട് ഓഫായി എന്ന് തന്നെ പറയാം. കാരണം ന്യൂകാസില് കലിപ്പിലാണ്. അവരെന്തായാലും ഇസാക്കിനെ വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനത്തിലാണ്. എന്നാൽ ലിവർപൂൾ പതുക്കെ പ്ലേറ്റ് അങ്ങ് മാറ്റി ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടുള്ള ഹ്യൂഗോ എക്കിറ്റിക്കയെ സൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ പറയുന്നത് 90 മില്യൻ്റെ ഒരു പാക്കേജ് അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്ലെയറെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. പേഴ്സണൽ ടീംസ് ഒക്കെ ഓക്കെ ആണ്. ഫീസിന്റെ സ്ട്രക്ചറും മറ്റ് കാര്യങ്ങളും അഗ്രിമെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ലിവർപൂളിൽ ഈ സീസണിൽ കളിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ഇപ്പോൾ എക്കറ്റിക്കയുടെ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ 33 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകളും 8 അസിസ്റ്റുമായിട്ട് ഒരു കിടിലം പെർഫോമൻസ് പുള്ളി കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ അജയിലായിട്ട് ഹൈ പ്രസ്സോടെ ടീമിന് വേണ്ടി 100% കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ സ്ലോട്ടിന്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. ലിവർപൂളിന്റെ ഒരു ഡ്രീം ട്രാൻസ്ഫർ വിൻഡോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിന്റെ സൈഡിൽ തന്നെയാണ്. ലൂയിസ് ഡിയാസ് പുള്ളി നിൽക്കുകയോ പോകുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം ബയൺ രണ്ടും കൽപ്പിച്ച് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 67 മില്യന്റെ ഒരു ഡീല് ലിവർപൂള് റിജക്ട് ചെയ്ത കാര്യം നമുക്കറിയാം. ഒരു ഇംപ്രൂവ് ആയിട്ടുള്ള ബിഡുമായിട്ട് ബയൺ വീണ്ടും വരുന്നുണ്ട്. എന്തായാലും ലൂയിസ് ഡിയാസ് ഈ സമ്മറിൽ പുറത്തു പോകാനുള്ള ചാൻസുകൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഒരു 70 to 75 മില്യന്റെ ഡീലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലിവർപൂള് പുള്ളിയെ സെല്ല് ചെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. എന്നാൽ ബാഴ്സ ഇപ്പോൾ ഒരു വെയിറ്റ് ഗെയിമാണ് കളിക്കുന്നത്. കാരണം നിക്കോ വില്യംസിന്റെ ഡീൽ നമുക്കറിയാം, അത് കൊളാപ്സ് ആയതിനു ശേഷം അവർ നോട്ടമിട്ടിട്ടുള്ള ഒരു പേരാണ് ലൂയിസ് ഡിയാസ്. ഇനി ഒരു ലോൺ ടു ബൈ ഓപ്ഷൻ ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ട് അവസാന നിമിഷം പുള്ളി ബാഴ്സയിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. എന്തായാലും ഇനി വരും ദിനങ്ങളിൽ ലൂയിസ് ഡിയാസിന്റെ ഭാവി നമുക്കറിയാൻ പറ്റും. മറ്റൊരു ന്യൂസ് വരുന്നത് ബ്രൈറ്റന്റെ സൈഡിൽ നിന്നാണ്. ബ്രൈറ്റന്റെ യങ് സ്ട്രൈക്കർ ആയിട്ടുള്ള ഇവാൻ ഫെർഗൂസൻ AS റോമയിലേക്ക് ലോണിലൂടെ പോയിട്ടുണ്ട്. പുള്ളിയുടെ കോൺട്രാക്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 മില്യന്റെ ഒരു ബൈ ക്ലോസ് പുള്ളി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പുള്ളിയുടെ ഒരു സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ
10 മത്സരങ്ങൾ വെസ്റ്റ് ഹാമിന് വേണ്ടി കളിച്ചെങ്കിലും ഗോളോ അസിസ്റ്റോ ഒന്നും പുള്ളിക്ക് നേടാൻ പറ്റിയില്ല. പക്ഷേ നല്ല ഭാവിയുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ റോമ പോലുള്ള ഒരു ടീമിലൊക്കെ പോയിട്ട് കുറച്ച് ഇമ്പാക്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവാധിക ശക്തിയോടെ പ്രീമിയർ ലീഗിലേക്ക് വന്ന് കളിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഐറിഷ് സ്ട്രൈക്കറാണ്, നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് പുള്ളിക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. സിറ്റിയുടെ ലെജൻഡറി ഗോൾ കീപ്പർ ആയിട്ടുള്ള എഡേഴ്സൺ ഈ സീസണിൽ പുറത്തു പോകുന്നു എന്നുള്ള ന്യൂസാണ് ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പോൾ കൺഫേം ചെയ്യുന്നത്. ഗലാട്ട സറായി എഡേഴ്സനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡീല് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സബ്മിറ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സിറ്റിക്ക് വേണ്ടി 2017 മുതൽ ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ കൂടെയുണ്ട്. ബ്രസീലിന് വേണ്ടിയിട്ടും സിറ്റിക്ക് വേണ്ടിയിട്ടും മികച്ച പെർഫോമൻസുകൾ പല മത്സരത്തിലും എഡേഴ്സൺ പുറത്തെടുത്തിട്ടുണ്ട്. എന്നാൽ 31 വയസ്സായതോടെ പുള്ളിയുടെ പെർഫോമൻസിലും ഇഞ്ചുറി പ്രോബ്ലങ്ങളൊക്കെ പുള്ളി അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഗോൾ കീപ്പറിലേക്ക് പോകാനുള്ള തീരുമാനമാണ് പെപ്പിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും 463 മത്സരങ്ങൾ സിറ്റിക്ക് വേണ്ടി കളിച്ചു. മാക്സിമം പെർഫോമൻസ് പുള്ളി കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു കാലത്ത് സിറ്റിയുടെ വലകാക്കുന്ന ഒരു ഭൂതം തന്നെയായിരുന്നു എഡേഴ്സൺ. എഡേഴ്സനെ ബീറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. എന്തായാലും എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു സീസൺ തന്നെ പുള്ളിക്ക് ഈ ഒരു കരിയറിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ന്യൂകാസിലിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ ന്യൂകാസിൽ എക്കറ്റിക്കയുമായിട്ടുള്ള ഡീല് കൊളാപ്സ് ആയ സ്ഥിതിക്ക് ഒരു ബാക്കപ്പ് ഓപ്ഷന് വേണ്ടിയിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട്. മറ്റാരും അല്ല, ബ്രെൻഫോർഡിൽ നിന്ന് യോവാൻ വിസ്സയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ. നമുക്കറിയാം പുള്ളിക്ക് വേണ്ടി 3-4 ടീമുകൾ ഇപ്പൊ രംഗത്തുണ്ട്. ഇപ്പൊ സ്പേഴ്സ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ന്യൂസും കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു ബെഡിങ് വാറിലേക്ക് പോയാലും അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ 58 മില്യന്റെ ഒരു ഡീലൊക്കെയാണ് ബ്രെൻഫോർഡ് ചോദിക്കുന്നത്. പക്ഷെ വിസക്ക് 58 മില്യൺ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും ഇപ്പൊ ന്യൂകാസിൽ എത്ര പൈസ ഓഫർ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. ചിലപ്പോൾ ഒരു 30-35 മില്യൺ കൊടുത്തിട്ട് പുള്ളിയെ കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.